ദൈവനാമത്തിലേവർക്കും സ്നേഹവന്ദനം. നമ്മുടെ പ്രത്യേക പഠന പരമ്പരയുടെ 127ാമത്തെ അവതരണത്തിലാണ് റോമലേഖനത്തിൻ്റെ പ്രാരംഭ പഠനത്തിൽ നാം വ്യക്തമായി പറഞ്ഞു, പുതിയ നിയമത്തിൽ മറ്റു യാതൊരു ലേഖനങ്ങൾക്കും നമ്മൾ പഠിക്കുവാൻ സമയം കിട്ടിയില്ല, മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. റോമലേഖനം മാത്രമാണ് എനിക്ക് പഠിക്കാൻ സാധിച്ചിട്ടുള്ളത്. എങ്കിൽ പോലും നമ്മുടെ വിശ്വാസ ജീവിതം സന്തോഷത്തോടെ ദൈവാനുഗ്രഹത്തോടെ മുന്നോട്ട് നടക്കാൻ പറ്റും. കാരണം അതിനു വേണ്ട എല്ലാ കാര്യങ്ങളും ഈ ലേഖനത്തിലുണ്ട്. റോമലേഖനം നമുക്ക് കിട്ടിയാൽ ദൈവത്തിൽ നമ്മെ കിട്ടി എന്നുള്ളതാണ്. നാം ഇപ്പോൾ അതിൻ്റെ 6ാം അധ്യായത്തിലാണ്. ക്രിസ്തുവിലുള്ളൊരു വിശുദ്ധ ജീവിതം ജീവിക്കേണ്ടത് എങ്ങനെ, വിശുദ്ധീകരണം എന്നുള്ളതാണ് 6-7 അധ്യായങ്ങൾ. നമ്മൾ 6ാം അധ്യായത്തിൻ്റെ 1 മുതൽ 14 വരെയുള്ള വേദഭാഗത്തിൽ ഒരു ഉപസംഹാര പഠനത്തിലാണ്. ഈ വേദഭാഗം 6ാം അധ്യായത്തിൻ്റെ 1 മുതൽ 14 വരെ അവിടെ കർത്താവ് യേശുക്രിസ്തുവിനോട് ഒന്നു ചേരുന്നതിൻ്റെ, സ്നാനത്തിലൂടെ ക്രിസ്തുവുമായി ഒന്നായി ചേരുന്നതിൻ്റെ ന്യായമായിട്ടുള്ള നേട്ടങ്ങൾ എന്താണ് എന്നുള്ളത് 16ഓളം കാര്യങ്ങളാണ് നമ്മൾ പറയുവാൻ ആഗ്രഹിച്ചത്. ഉപസംഹാരമാണ്. ക്രിസ്തുവിനോടുള്ള ബന്ധത്തിൽ പ്രവേശിച്ചിട്ടൊരു വ്യക്തിയിൽ ആത്മീയമായി സംഭവിക്കുന്ന കാര്യങ്ങൾ 16 ലിസ്റ്റായിട്ട് നമ്മൾ അവതരിപ്പിച്ചതിൽ 11 കാര്യങ്ങൾ നമ്മൾ ഇതിനകം കണ്ടു കഴിഞ്ഞു. 12ാമതായി കഴിഞ്ഞ ക്ലാസ്സുകൾ പരിശോധിച്ചാൽ 11 കാര്യങ്ങൾ കാണാൻ കഴിയും. സമയപരിമിതി കൊണ്ട് നമുക്ക് അതിലേക്കെല്ലാം പോകാൻ പറ്റില്ല. പോയാൽ ആകപ്പെടെ ആശയക്കുഴപ്പമുണ്ടാകും. 12ാമതായിട്ട് നമ്മൾ കാണുന്നത് ക്രിസ്തുവുമായുള്ള നമ്മുടെ ബന്ധത്തിൽ നമ്മുടെ മർത്യശരീരം മാറ്റം വന്നു. മർത്യശരീരത്തിന് ആ അവസ്ഥയ്ക്ക് മാറ്റം വന്നു. ഇനി അത് പാപശരീരമല്ല നമ്മുടെ ഈ ശരീരം, മരിക്കുന്ന ഈ ശരീരം. കാരണം ക്രിസ്തുവിനോട് ചേർന്നു. ഒരിക്കൽ നമ്മുടെ പഴയ മനുഷ്യൻ പാപം വാഴുവാൻ ഉപയോഗിച്ച് നമ്മുടെ പഴയ മനുഷ്യനെ, ഇപ്പം പാപത്തോടുള്ള ബന്ധത്തിൽ മരിച്ച ഈ പഴയ മനുഷ്യൻ ഇനി പാപത്തിൻ്റെ ആഗ്രഹത്തിനും ഇംഗിതത്തിനും ചായ്വിനും കീഴ്പ്പെടേണ്ട യാതൊരു കാര്യവുമില്ല. ഇവിടെ പാപത്തെ ഒരു വ്യക്തിയെപ്പോലെ അവതരിപ്പിക്കുകയാണ്. റോമലേഖനത്തിൻ്റെ 8ാം അധ്യായം 12-13 വാക്യങ്ങളിൽ പൗലോസ് തുടർന്ന് ദൈവമക്കളോട് ഇത് ഓർമ്മിപ്പിക്കും. 12-13 ആകയാൽ സഹോദരന്മാരെ, നാം ജഡത്തെ അനുസരിച്ച് ജീവിക്കേണ്ടതിന് ജഡത്തിനല്ല കടക്കാരാകുന്നത്. നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ മരിക്കുന്ന നിശ്ചയം. ആത്മാവിനാൽ ശരീരത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിലോ നിങ്ങൾ ജീവിക്കും. ശരീരം വീണ്ടും വഴിതെറ്റിക്കാൻ ശ്രമിക്കും. ശരീരത്തിലെ ഓരോ അവയവങ്ങളും തിന്മയിലേക്കും ദുഷ്ടത്തിലേക്കും ദുരുപദേശത്തിലേക്കും മല്ലതകളിലേക്കും നമ്മളെ വലിച്ചഴകറ്റി കൊണ്ടുപോകാൻ ആകർഷിക്കും. പക്ഷെ അവിടെ നാം ദൈവാത്മാവിൻ്റെ സഹായം സ്വീകരിക്കണം. റോമലേഖനം 13ാം അധ്യായത്തിൻ്റെ 12 മുതൽ 14 വാക്യത്തിലും പൗലോസ് ഇത് ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഇവിടെ പറയും, രാത്രി കഴിവാറായി, പകലടുത്തിരിക്കുന്നു. അതുകൊണ്ട് നാം ഇരുട്ടിൻ്റെ പ്രവൃത്തികളെ വെച്ച് കളഞ്ഞ് വെളിച്ചത്തിൻ്റെ ആയുധവർഗം ധരിച്ചു കൊള്ളുക. പകൽ സമയത്ത് എന്ന പോലെ നാം മര്യാദയായി നടക്കുക. വെറുക്കൂത്തുകളിലും മദ്യപാനങ്ങളിലുമല്ല, ശയനമോഹങ്ങളിലും ദുഷ്കാമങ്ങളിലുമല്ല, പിണക്കത്തിലും അസൂയയിലുമല്ല. കർത്താവ് യേശുക്രിസ്തുവിനെ തന്നെ ധരിച്ചുകൊള്ളുവീൻ. മോഹങ്ങൾ ജനിക്കുമാറ് ജഡത്തിനായി ചിന്തിക്കരുത്. ഒരു വീണ്ടും ജനിച്ച ദൈവമക്കൾ വിശുദ്ധ ജീവിതത്തിൽ തുടരണമെങ്കിൽ ഈ കൽപ്പനകൾ, ഇത് വളരെ വിശദമായിട്ട് നമ്മൾ പിന്നീട് പഠിക്കുന്നതാണ്. ഒന്ന് വായിച്ച് പരിചയപ്പെടുക. അപ്പോൾ പൗലോസ് ഇത് വളരെ വ്യക്തമായി ഓർമ്മിപ്പിക്കുന്നു. പത്രോസ് ഇതേ കാര്യം തന്നെ വിശ്വാസികൾ ഓർമ്മിപ്പിക്കുന്ന കേൾക്കാം. 1 പത്രോസ് 2ാം അധ്യായം, പത്രോസിൻ്റെ 1ാം ലേഖനത്തിൻ്റെ 2ാം അധ്യായം അതിൻ്റെ 11-12 വാക്യങ്ങളിൽ പത്രോസും ഇതേ കാര്യം ദൈവമക്കളോട് ഓർമ്മിപ്പിക്കുകയാണ്. അപ്പം ജഡത്തിനായി ചിന്തിക്കരുത്, ക്രിസ്തുവിനെ ധരിച്ചു കൊള്ളണം, പകലിൽ എന്നതുപോലെ ജീവിക്കണം, ഇരുട്ടിൻ്റെ ആയുധവർഗങ്ങൾ ഉപേക്ഷിക്കണം. ഇതെല്ലാം ദൈവമക്കൾക്കുള്ള താക്കീതുകളാണ്. അവിടെ പ്രിയമുള്ളവരെ, പ്രവാസികളും പരദേശികളുമായ നിങ്ങളെ ആത്മാവിനോട് പോരാടുന്ന ജഡമോഹങ്ങളെ വിട്ടകന്ന്. വിശ്വാസികളോട് പറയുകയാണ്, നിങ്ങൾ സ്വയം തീരുമാനിക്കണം. ജഡം പല മോഹങ്ങളും നമ്മൾ വീണ്ടും ഉണർത്താൻ ശ്രമിക്കും. ജഡമോഹങ്ങളെ വിട്ടകന്ന് ജാതികൾ നിങ്ങളെ ദുഷ്പ്രവർത്തിക്കാരെന്ന് ദുഷിക്കുന്തോറും നമ്മൾ വിശുദ്ധ ജീവിതം ജീവിക്കാൻ ശ്രമിക്കുമ്പോൾ മറ്റുള്ളവർ നമ്മളെ കളിയാക്കും. അങ്ങനെ കളിയാക്കും തോറും നിങ്ങളുടെ നല്ല പ്രവൃത്തി കണ്ടറിഞ്ഞിട്ട് സന്ദർശന ദിവസത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടതിന് അവരുടെ ഇടയിൽ നിങ്ങളുടെ നടപ്പ് നന്നായിരിക്കണമെന്ന് ഞാൻ പ്രബോധിപ്പിക്കുന്നു. മറ്റൊരു കളിയാക്കുന്നത് കാണുമ്പോൾ നമ്മുടെ വിശുദ്ധ ജീവിതവും നീതിയുള്ള ജീവിതവും കളയരുത്. പത്രോസ് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. 13 നമ്മൾ കാണാൻ സാധിക്കുന്ന റോമലേഖനം 6-13 വാക്യത്തിൻ്റെ വെളിച്ചത്തിൽ അവിടെ നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ്: നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ ആയുധങ്ങളായി പാപത്തിന് സമർപ്പിക്കുകയും അരുത്. ശരീരാവയവങ്ങളെക്കുറിച്ചാണ്. അനീതിയുടെ ആയുധങ്ങളായി പാപത്തിന് സമർപ്പിക്കരുത്. നമ്മളതിനെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അനീതി എന്ന് പറഞ്ഞാൽ നീതിക്ക് വിരോധമായ സകലതും. നീതി ദൈവവചനം, സത്യം, സുവിശേഷം. റോമലേഖനം 1:17-18 സുവിശേഷത്തെക്കുറിച്ച് ലജ്ജയില്ല. വിശ്വസിക്കുന്ന ഏവനും, അത് യഹൂദനും പിന്നെ യവനനും അത് രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നല്ലോ. സുവിശേഷത്തിൽ ദൈവത്തിൻ്റെ നീതി വെളിപ്പെടുന്നു. റോമലേഖനം 3ാം അധ്യായം 21 മുതൽ 26 വിശദമായിട്ട് ക്രിസ്തുവിൻ്റെ രക്തത്താൽ നമുക്ക് ലഭിച്ച പാപമോചനം, ക്രിസ്തുവിൻ്റെ പ്രായശ്ചിത്ത യാഗത്താൽ നമുക്ക് ലഭിച്ച മോചനം, നീതീകരണത്തെക്കുറിച്ചൊക്കെ റോമർ 3:21-26 വരെ.
അപ്പോൾ ഇവിടെ 13-ാം വാക്യം റോമലേഖനം 6 നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ ആയുധങ്ങളായി പാപത്തിന് ആയുധങ്ങളായി സമർപ്പിക്കരുത്. ഇതൊരു ആയുധമാണ്. സാത്താൻ ഉപയോഗിക്കാൻ ശ്രമിക്കുന്ന നമ്മുടെ ആയുധത്തെ, ശരീരത്തെ, അവയവങ്ങളെ വീണ്ടും വീണ്ടും നമ്മുടെ കണ്ണിലൂടെ, ചെവിയിലൂടെ, നാവിലൂടെ, ചിന്തയിലൂടെ, ശരീരത്തിലെ പല പ്രവൃത്തികളിലൂടെ, അവയവങ്ങൾ മാത്രമല്ല ഹൃദയവും മനസ്സും എല്ലാം ഉൾപ്പെടും. ഓരോ ഭാഗമായിട്ട്, ഓരോ അവയവങ്ങളായിട്ടും പിടികൂടാൻ ശ്രമിക്കുക. അവസാനം മൊത്തത്തിൽ പിടികൂടും. കൈ കൊണ്ട് തുടങ്ങും, കണ്ണുകൊണ്ട് തുടങ്ങും, ഇങ്ങനെ ഓരോന്നിലൂടെ തുടങ്ങും. അവസാനം മൊത്തത്തിൽ നമ്മളെ പിടികൂടും. അപ്പം പിശാച് അല്ലെങ്കിൽ പാപം നമ്മുടെ മേൽ ആവശ്യപ്പെടുന്ന ഒന്നും അനുസരിക്കാൻ നമുക്കൊരു കടപ്പാടുമില്ല. നമ്മുടെ മുമ്പിൽ അത് വന്നു എന്നുള്ളത് കൊണ്ട്, ആ വ്യക്തി വന്നുള്ളതുകൊണ്ട്, ആ വ്യക്തി പറയുന്ന പോലെ കേൾക്കേണ്ട യാതൊരു നിർബന്ധവും നമ്മുടെ മേലില്ല. നമുക്ക് വ്യക്തിപരമായ സ്വാതന്ത്ര്യമുണ്ട്. അപ്പോൾ ആ പ്രലോഭനങ്ങളെ, മോഹങ്ങളെ അതിജീവിക്കാൻ വേണ്ടിയാണ് നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവിനെ നൽകിയത്, ദൈവത്തിൻ്റെ ആത്മാവിനെ നൽകിയത്. ദൈവത്തിൻ്റെ വചനത്തോട് എത്രത്തോളം ചേർന്നിരിക്കുമോ ദൈവാത്മാവ് നമുക്ക് സുബോധം തരും. റോമലേഖനം 5-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിൽ പൗലോസ് വ്യക്തമായി പറഞ്ഞു, ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കും. ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയത്തിൽ പകർന്നിരിക്കുകയാണ്. റോമലേഖനം 8-ാം അധ്യായത്തിൻ്റെ 13 മുതൽ 15 വരെയും പൗലോസ് ഓർമ്മിപ്പിക്കും, നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നെങ്കിൽ മരിക്കുന്ന നിശ്ചയം, ആത്മാവിനാൽ ശരീരത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിലോ. ദൈവാത്മാവിൻ്റെ സഹായം, ദൈവാത്മാവ് നടത്തുന്ന ഏവരും ദൈവമക്കളാകുന്നു. നിങ്ങൾ പിന്നെ ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിൻ്റെ ആത്മാവിനെയല്ല, നാം അബ്ബാപിതാവ് എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ്റെ ആത്മാവിനെ എത്ര പ്രാപിച്ചത്. ദൈവം നമുക്ക് മക്കളാകൊണ്ട് നമുക്ക് പുത്രത്വത്തിൻ്റെ ആത്മാവിനെ തന്നു. ഗലാത്യർ 4:6, ഗലാത്യർ 5:16, ആത്മാവിനെ അനുസരിച്ച് നടപ്പിൻ, ജഡത്തിൻ്റെ മോഹങ്ങളെ നിവർത്തിക്കുകയില്ല. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് തന്നത് ഈ സഹായത്തിനാണ്, ഈ പോരാട്ടത്തിൽ നമ്മുടെ കൂടെ നിൽക്കുന്നത് സഹായിക്കാനാണ്. അതുകൊണ്ട് ആത്മാവ് നമ്മുടെ കൂടെ നിൽക്കണമെങ്കിൽ നമുക്ക് വേണ്ടത് എന്താണ്? വിശുദ്ധ വചനം, ദൈവവചനത്തോടുള്ള ബന്ധം, വചനവായന, വചന പഠനം. ദൈവാത്മാവിൻ്റെ വാള് വചനമാണ്. 14-ാമത് വീണ്ടും ഇവിടെ റോമർ 6:13 നിന്ന് നമ്മൾ ചിന്തിച്ചാൽ, നിങ്ങളെ തന്നെ മരിച്ചിട്ട് ജീവിക്കുന്നവരായും നിങ്ങളുടെ അവയവങ്ങളെ നീതിയുടെ ആയുധങ്ങളായി ദൈവത്തിന് സമർപ്പിച്ചുകൊള്ളുവിൻ. ഇപ്പോൾ നിങ്ങൾ മരിച്ചിട്ട് ജീവിക്കുന്നവരായി, പാപസംബന്ധമായി മരിച്ച് പഴയ മനുഷ്യൻ ക്രൂശിക്കപ്പെട്ടു, ക്രിസ്തുവിൽ നമ്മൾ ജീവിക്കുകയാണ്. ഇത് നമുക്കെപ്പോഴും ബോധ്യം വേണം. ഒരു ദൈവ പൈതൻ്റെ ജീവിതത്തിൽ പാപമെന്ന് പറയുന്നത് തൻ്റെ സ്വഭാവത്തിന് നിരക്കാത്തതാണ്. ഒരു ദൈവ പൈതൽ, ഒരു വിശ്വാസിയും പാപം ചെയ്തിട്ട് ന്യായീകരിക്കാൻ പാടില്ല. തനിക്ക് ചേരാത്ത സ്വഭാവമാണ്. ദൈവ പൈതൽ നിലയിൽ തനിക്ക് നിരക്കാത്ത സ്വഭാവമാണ്. ദൈവം ആഗ്രഹിച്ച, ദൈവം വെച്ചതായ വഴി തെറ്റുകയാണ്. ഒരു വിശുദ്ധനെ സംബന്ധിച്ച് വീണ്ടെടുക്കപ്പെട്ട, സ്നാനപ്പെട്ട ഒരു ദൈവ പൈതൽ പാപം ചെയ്യുമ്പോൾ വഴി തെറ്റുകയാണ്. അപ്പോൾ ഒരു അതിക്രമിച്ച് കയറി, നമ്മളൊരു വേലി കെട്ടി തിരിച്ച സ്ഥലത്തേക്ക് ഒരാൾ അതിക്രമിച്ച് മതിൽ ചാടി കയറി എന്നതുപോലെയാണ് പാപം ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ. അതിക്രമിച്ച് കയറുകയാണ്. റോമലേഖനം 12:1 ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞു, നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയുമുള്ള യാഗമായി അർപ്പിക്കുവിൻ. നമ്മളെ മൊത്തത്തിൽ സമർപ്പിക്കണം. നമ്മുടെ ജീവിതത്തെ, ശരീരത്തെ മൊത്തത്തിൽ ഏൽപ്പിക്കണം. ഓരോ അവയവങ്ങളായിട്ട് സമർപ്പിക്കണം. ഇപ്പോൾ നാം എന്തിനായിട്ട് നമ്മളെ തന്നെ സമർപ്പിച്ചിരിക്കുന്നുവോ അത് നമ്മളെ എന്നും സഹായിക്കും. നാം നമ്മെ സമർപ്പിച്ചിട്ടില്ല എങ്കിൽ, ദൈവം നിൻ്റെ ഹിതമനുസരിച്ച് എൻ്റെ ശരീരത്തിലെ ഓരോ അവയവങ്ങളും നിൻ്റെ ഹിതത്തിന് വേണ്ടി, നിൻ്റെ നാമത്തിന് വേണ്ടി, നിൻ്റെ മഹത്വത്തിന് വേണ്ടി ഉപയോഗിക്കുവാൻ എന്നെ സഹായിക്കണമെന്ന് പറഞ്ഞ് നാം സമർപ്പിച്ചിട്ടില്ല എങ്കിൽ ബുദ്ധിമുട്ടാണ്. നാം സമർപ്പിച്ചാൽ നാം ആർക്ക് സമർപ്പിച്ചോ അവരുടേതായിരിക്കും. 15-ാമതായിട്ട് ഇവിടെ പൗലോസ് ഓർമ്മിപ്പിക്കുന്ന 14-ാം വാക്യം റോമലേഖനം 6, നിങ്ങൾ ന്യായപ്രമാണത്തിലല്ല കൃപയ്ക്കത്ര അധീനരാകിയാൽ പാപം നിങ്ങളിൽ കർത്തൃത്വം നടത്തുകയില്ലല്ലോ. പാപം നിങ്ങളിൽ കർത്തൃത്വം നടത്തുകയില്ലല്ലോ. കാരണം നമ്മൾ കൃപയ്ക്ക് അധീനരാണ്. പാപം നമ്മുടെ വീണ്ടും വാഴ്ച നടത്തില്ല നാം ശ്രദ്ധിച്ചാൽ. ഇപ്പോൾ പാപം എന്ന് പറയുന്നത് വിശാലമായ ആശയത്തിലൂടെ അവതരിപ്പിക്കുകയാണ്. അപ്പോൾ ഒരു ദൈവ പൈതൽ ദയവായി ശ്രദ്ധിക്കുക, ഒരു ക്രിസ്ത്യാനി, യഥാർത്ഥ വചനപ്രകാരമുള്ള ക്രിസ്ത്യാനിയെക്കുറിച്ചാണ്. പാപം ചെയ്യേണ്ട യാതൊരു കാരണവുമില്ല. ഒരു കാരണവും പറയാൻ പറ്റില്ല പാപത്തിന്. ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് പാപം ചെയ്യാനുള്ള കടപ്പാടുമില്ല, നിർബന്ധവുമില്ല. ഒരു ആവശ്യമില്ല പാപം ചെയ്യേണ്ടത്. ഒരു ദൈവ പൈതൽ സ്വതന്ത്രനാണ്. സ്വതന്ത്രനായി ജീവിക്കാൻ ആഗ്രഹിച്ചാൽ സ്വതന്ത്രനായിട്ട് ജീവിക്കാൻ കഴിയും. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിൽ കർത്താവ് യേശുക്രിസ്തു തന്നെ ആ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറഞ്ഞു. പുത്രൻ സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാണ്. സത്യമറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. പാപം ചെയ്യുന്ന പാപത്തിൻ്റെ ദാസനാണ്. യോഹന്നാൻ 8:31-36 വരെ. യോഹന്നാന്റെ ലേഖനത്തിൽ യോഹന്നാൻ അത് പറയും. 1-ാം ലേഖനം 1-ാം അധ്യായം 8 മുതൽ 2-ാം അധ്യായം 2-ാം വാക്യം. കുഞ്ഞുങ്ങളെ പാപം ചെയ്യാതിരിക്കാൻ നിങ്ങൾ പറയുന്നു. അഥവാ പാപം ചെയ്തു പോയാൽ കർത്താവ് യേശുവിനോട് നാം മാപ്പപേക്ഷിക്കുക, മാനസാന്തരപ്പെട്ട് കർത്താവിനോട് ഏറ്റുപറയുക, നിരപ്പിലെത്തുക. 16-ാമത് ഈ ക്രിസ്തുവുമായുള്ള ഐക്യതയിൽ നമ്മൾ കാണുന്ന മറ്റൊരു അനുഭവം എന്ന് പറഞ്ഞാൽ, പാപം നമ്മളെ കർത്തൃത്വം നടത്തുകയില്ല എന്ന് പറഞ്ഞിട്ട് എന്തുകൊണ്ടാണ് പൗലോസ് അങ്ങനെ പറഞ്ഞത്? റോമലേഖനം 6-ാം അധ്യായത്തിൽ പാപം നമ്മിൽ കർത്തൃത്വം നടത്തുകയില്ലല്ലോ. കാരണം നാം ഇന്ന് ന്യായപ്രമാണത്തിലല്ല കൃപയ്ക്കത്രേ അധീനർ.
ന്യായപ്രമാണത്തിന് കീഴിലല്ല, കൃപയുടെ കീഴിലാണ് നാം. കൃപയും ന്യായപ്രമാണവും രണ്ട് എതിർ ദിശയിലുള്ള അവസ്ഥകളാണ് കൃപയും ന്യായപ്രമാണവും. ഒരു മനുഷ്യനും ആത്മീകമായി സ്വതന്ത്രനല്ല. ഒന്നുകിൽ ആ വ്യക്തി ന്യായപ്രമാണത്തിന് കീഴേ അഥവാ പാപത്തിന് കീഴേ, അല്ലെങ്കിൽ കൃപയുടെ കീഴേ. ഒരു ദൈവ പൈതൽ കൃപയുടെ കീഴിലാണ്. റോമലേഖനം 3-ാം അധ്യായത്തിൻ്റെ 21 മുതൽ വളരെ മനോഹരമായിട്ടാണ് പൗലോസ് അത് അവതരിപ്പിച്ചത്. ഇപ്പോഴോ ദൈവത്തിൻ്റെ നീതി വിശ്വസിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ വിശ്വാസത്താലുള്ള ദൈവനീതി തന്നെ ന്യായപ്രമാണം കൂടാതെ വെളിപ്പെട്ടു വന്നിരിക്കുന്നു. അതിന് ന്യായപ്രമാണവും പ്രവാചകന്മാരെ സാക്ഷ്യം പറയുന്നു, ഒരു വ്യത്യാസമില്ല. എല്ലാവരും പാപം ചെയ്തു ദൈവദേശം ഇല്ലാത്തവരായി അവൻ്റെ കൃപയാൽ ക്രിസ്തുയേശുവിൻ്റെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായി അത്രയും നീതീകരിക്കപ്പെടുന്നത്. അപ്പോൾ കൃപയുടെ കീഴിലാണ് ഒരു ദൈവ പൈതൽ. ഇപ്പോൾ നീതീകരണം എന്ന് പറഞ്ഞ് ദൈവകൃപയാൽ ദൈവം നമ്മിൽ നിവർത്തിച്ചൊരു വലിയ കാര്യമാണ്. നമ്മുടെ ജീവിതത്തിൽ വരുന്ന മാറ്റത്തിൻ്റെ കാരണം ദൈവമാണ് നമ്മിൽ പ്രവർത്തിച്ചത്. ന്യായപ്രമാണത്തിന് ഒരു മാറ്റവും നമുക്ക് തരാൻ കഴിയില്ല. ദൈവവുമായുള്ള ബന്ധത്തിൽ ഒരു മാറ്റവും തരുവാൻ ന്യായപ്രമാണത്തിന് കഴിയില്ല. ഇപ്പം ന്യായപ്രമാണം നമ്മളെ വിധേയരും അടിമകളും പ്രജകളുമാക്കി മാറ്റുകയാണ്. വിശുദ്ധരാക്കില്ല ന്യായപ്രമാണം. അപ്പോൾ വീണ്ടും ന്യായപ്രമാണത്തിലേക്ക് മടങ്ങിപ്പോകുക അഥവാ പാപത്തിലേക്ക് മടങ്ങിപ്പോകുക എന്ന് പറയുന്നത് നമുക്ക് ലഭിച്ച നീതീകരണത്തെ നാം മറികടക്കുകയാണ്. ഗലാത്യ ലേഖനത്തിൽ പൗലോസ് അപ്പോൾ ശക്തമായി ചില വിശ്വാസികളെ ശാസിച്ച ഇതുകൊണ്ടാണ്. ഗലാത്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 6-7 വാക്യങ്ങളിൽ ചിലർ പുതിയ സുവിശേഷം അവിടെ നടുവിലേക്ക് വന്നു. പൗലോസ് അവരോട് ചോദിച്ചെങ്ങനെയാണ്, ക്രിസ്തുവിൻ്റെ കൃപയാൽ നിങ്ങളെ വിളിച്ചവനെ വിട്ട് നിങ്ങളിത്ര വേഗത്തിൽ വേറൊരു സുവിശേഷത്തിലേക്ക് മറിയുന്നത് കൊണ്ട് ഞാൻ ആശ്ചര്യപ്പെടുന്നു. അത് വേറൊരു സുവിശേഷമെന്നല്ല, ചിലർ നിങ്ങളെ കലക്കി ക്രിസ്തുവിൻ്റെ സുവിശേഷം മറിച്ച് കളവാൻ ഇച്ഛിക്കുന്നതെന്നത്രേ. ഇപ്പോൾ മറ്റൊരു വചനത്തെ വിട്ട് പിന്നിലേക്ക് പോകുന്നതിനെക്കുറിച്ച് പറയുകയാണ്. അത് 2-ാം അധ്യായത്തിൻ്റെ 16-21 വാക്യങ്ങളിലും 3-ാം അധ്യായത്തിൻ്റെ 10-11-ലും 5-ാം അധ്യായം 2-4 വാക്യം ഗലാത്യത്തിൽ വളരെയധികം തവണ ആവർത്തിക്കണം. പരിച്ഛേദനക്കാർ, ദുരുപദേഷ്ടാക്കന്മാർ ഗലാത്യ സഭയിലേക്ക് കടന്നു വന്നു വീണ്ടും പരിച്ഛേദനയിലേക്കും ന്യായപ്രമാണത്തിലേക്ക് ക്രിസ്തുവിലേക്ക് വന്നവരെ തിരിച്ചു കൊണ്ടുപോകാൻ ആഗ്രഹിച്ചപ്പോൾ കർത്താവ് ആത്മാവിലൂടെ വ്യക്തമായി പൗലോസിനോട് നിങ്ങൾ കൃപയിൽ നിന്ന് വീണു പോകും. വീണ്ടും പ്രമാണത്തിലേക്ക് പോയാൽ നീ ന്യായപ്രമാണത്തിലേക്ക് ആശ്രയിച്ച് നീതീകരിക്കപ്പെടാൻ ആശ്രയിച്ചാൽ ക്രിസ്തുവിനെ കൊണ്ട് ഒരു പ്രയോജനവുമില്ല. കൃപയിൽ നിന്ന് വീണു പോകും, രക്ഷയുടെ അനുഭവം നഷ്ടപ്പെടുമെന്ന് വ്യക്തമായി പഠിപ്പിച്ച പുസ്തകമാണ് ഗലാത്യ ലേഖനം. പ്രത്യേകിച്ച് അതിൻ്റെ 2 മുതൽ 5-ാം അധ്യായത്തിൻ്റെ 2 മുതൽ 4 വാക്യങ്ങൾ വായിച്ച് നമുക്ക് കാണാൻ സാധിക്കും. ഒന്ന് വായിച്ച് കേൾക്കാം. ഗലാത്യർ 5, 2 മുതൽ 4 വരെ. നിങ്ങൾ പരിച്ഛേദന ഏറ്റാൽ, വിശ്വാസികളോട് ക്രിസ്തുവിൽ വന്നവരോടാണ് പറയുന്നത്, വീണ്ടും പഴയമത്തിലേക്ക് പരിച്ഛേദനയിലേക്ക് പോയാൽ ക്രിസ്തുവിനെ കൊണ്ട് ഒരു പ്രയോജനമില്ല. എന്നുവെച്ചാൽ ക്രിസ്തു പോയി ജീവിതത്തിൽ നിന്ന്. കാരണം ക്രിസ്തു ക്രൂശിൽ നിവർത്തിച്ചതിനെ വീണ്ടും കുഴിച്ചെടുക്കുകയാണ് എന്ന് പൗലോസായി ഞാൻ നിങ്ങളോട് പറയുന്നു. പരിച്ഛേദന ഏൽക്കുന്ന ഏത് മനുഷ്യനോടും ന്യായപ്രമാണം മുഴുവനും നിവർത്തിപ്പാൻ കടപ്പെട്ടിരിക്കുന്നു ഞാൻ പിന്നെ സാക്ഷീകരിക്കുന്നു. ന്യായപ്രമാണത്തെ നീതീകരിക്കപ്പെടുവാൻ ഇച്ഛിക്കുന്ന നിങ്ങൾ ക്രിസ്തുവിനോട് വേർപെട്ടു പോയി. അതാണ് നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ. ക്രിസ്തുവിനോട് വേർപെട്ടു പോയി, നിങ്ങൾ കൃപയിൽ നിന്ന് വീണുപോയി, നഷ്ടപ്പെട്ടു പോയി. വീണ്ടും കർത്താവ് ക്രൂശിൽ നിവർത്തിച്ച ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തിയിലേക്ക് മടങ്ങിപ്പോയാൽ. ഇപ്പോൾ ഇവിടെ പൗലോസ് വ്യക്തമായിട്ട് പറയുന്നു, ന്യായപ്രമാണം ഇപ്രകാരമാണ് അതിൻ്റെ കീഴിലുള്ളവർ അടിമകളായി കിടക്കുന്നത്, ശരീരത്തിൽ നിന്ന് മോചനം. ഈ വിഷയം 7-ാം അധ്യായം റോമർ 7-25 വാക്യങ്ങളിലൂടെ വ്യക്തമായി പൗലോസ് പിന്നീട് പഠിപ്പിക്കും. ന്യായപ്രമാണത്തിന് കീഴിലുള്ള മനുഷ്യൻ്റെ ബന്ധനം, അരിഷ്ടത വ്യക്തമായി കാണിച്ചു തരും. അപ്പോൾ 14-ാമത്തെ വാക്യം ഒരിക്കൽ വായിച്ച് അവസാനിപ്പിക്കട്ടെ. റോമർ 6:14. നിങ്ങൾ ന്യായപ്രമാണത്തിലല്ല കൃപയ്ക്കത്ര അധീനരാകിയാൽ പാപം നിങ്ങളിൽ കർത്തൃത്വം നടത്തുകയില്ലല്ലോ. അപ്പോൾ ഈ പ്രസ്താവന വ്യക്തമായി കാണിച്ചു തരുന്നു. ആദ്യത്തെ 13 വാക്യങ്ങളിൽ പറഞ്ഞതിൻ്റെ ഉപസംഹാരം എന്ന പോലെ 14-ാം വാക്യത്തിൽ, അല്ലെങ്കിൽ 1-ാം വാക്യത്തിൻ്റെ ഉത്തരം. 1-ാം വാക്യത്തിൽ ചോദ്യമുണ്ട്, കൃപ പെരുകേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്കുകയെന്നോ ഉള്ള ഉത്തരമാണ് ഈ 13 വാക്യത്തിൽ അവതരിപ്പിച്ചത്. അല്ലെങ്കിൽ 15 മുതൽ 23 വരെയുള്ള ബാക്കി ഭാഗങ്ങൾ റോമലേഖനം 6-ാം അധ്യായത്തിൻ്റെ 15 മുതൽ 23 വരെയുള്ള ഇനി വരാൻ പോകുന്ന വേദഭാഗങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുകയാണ് 14-ാമത്തെ വാക്യം. അതാണ് 14-ാം വാക്യം. നിങ്ങൾ ന്യായപ്രമാണത്തിലല്ല കൃപയ്ക്കത്ര അധീനരാകിയാൽ പാപം നിങ്ങളെ കർത്തൃത്വം നടത്തുകയില്ലല്ലോ. നിങ്ങൾ ന്യായപ്രമാണത്തിനല്ല കൃപയ്ക്കത്ര അധീന, പാപം നിങ്ങളിൽ കർത്തൃത്വം നടത്തുക. പാപം നിങ്ങളുടെ മേലെ യജമാനായി വാഴില്ല എന്ന് പറയുമ്പോൾ ഒരിക്കലും പാപം ഒരു ദൈവത്തിൻ്റെ ജീവിതത്തെ ഭരിക്കില്ലെന്നല്ല, നടത്തുകയില്ലല്ലോ എന്ന് പറയുമ്പോൾ. അങ്ങനെ ഒരു വ്യാഖ്യാനം പലരും ഉപയോഗിച്ചുകൊണ്ട് ഈ വേദഭാഗത്തിൻ്റെ ഊന്നൽ കളയാൻ ശ്രമിക്കാറുണ്ട്. ദൈവ പൈതലായി തീർന്ന ക്രിസ്തുവിലേക്ക് വന്നാൽ, സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ ഒരു വിശ്വാസി ഒരിക്കലും പാപം ചെയ്യില്ല. തിരുവൻ അങ്ങനെ പറയുന്നില്ല. എന്തിനാണ് ഈ താക്കീതുകളെല്ലാം? വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ അനേക വിശ്വാസികൾ വീണുപോയ ചരിത്രം എന്തിനാണ്? അപ്പോൾ ഇവിടെ വ്യക്തമായിട്ട് പറയുന്ന ഒരു കൃപയ്ക്കത്ര അധീനരാകിയാൽ പാപം നിങ്ങളെ കർത്തൃത്വം നടത്തുകയില്ലല്ലോ എന്ന് പറയുമ്പോൾ നമ്മളൊരു ഭാവി കാലത്തിലത് പറയുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ മനുഷ്യരോട് സംസാരിക്കാൻ പറയാറുണ്ട്, നിങ്ങളങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്യാൻ പറ്റില്ലെന്നല്ല, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, പക്ഷെ ചെയ്താൽ അതിൻ്റെ ഭവിഷ്യത്തുണ്ടാകും.
ഏതും തോട്ടത്തിൽ വെച്ച് ദൈവം അത് തന്നെയാണ് ആദാമിനോട് പറഞ്ഞത്. ഈ വൃക്ഷത്തിൻ്റെ പഴം പറിച്ച് തിന്നരുത്, തിന്നാൽ നിങ്ങൾ മരിക്കും. നിങ്ങൾ തിന്നരുതെന്ന് പറഞ്ഞാൽ തിന്നാൻ പറ്റില്ലെന്നല്ല, തിന്നാലുണ്ടാകുന്ന ഭവിഷ്യത്തിനെ കാണിച്ചു കൊടുത്തു. ആദാം അത് തിന്നു, ഭവിഷ്യത്ത് നേരിട്ടു, തോട്ടത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. ഇപ്പോൾ പൗലോസ് പറയുന്ന പാപം നിങ്ങളിൽ കർത്തൃത്വം നടത്തുകയില്ലല്ലോ. എന്നുവെച്ചാൽ പാപം നിങ്ങളിൽ കർത്തൃത്വം നടത്തേണ്ട, വീണ്ടും വാഴേണ്ട അവസ്ഥ നിങ്ങൾ ഉണ്ടാക്കരുത്. അത് ഓർമ്മിപ്പിക്കുകയാണ്. പാപം നിങ്ങളെ വീണ്ടും വാഴ അനുവദിക്കരുത്, അത് നിങ്ങളിൽ സംഭവിക്കരുത് അത് നിങ്ങൾ ഒരുങ്ങി നിൽക്കണം എന്ന് കാണിച്ചു കൊടുക്കുകയാണ്. ഇപ്പോൾ പൗലോസ് ആർക്കു വേണ്ടിയാണ് ഇത് എഴുതുന്നത്? നമ്മളോടും സംസാരിക്കുകയാണ്. എന്തിന് പാപം വീണ്ടും നമ്മളിൽ വാഴണം? ഒരിക്കൽ പാപത്തിൻ്റെ കീഴിൽ പാപത്തിൻ്റെ അടിമയായിരുന്നില്ലേ? ഇനി എന്തിന് വീണ്ടും പാപം തമ്മിൽ വാഴണം? എന്തിന് തലവെച്ച് കൊടുക്കണം? നിങ്ങൾ ന്യായപ്രമാണത്തിൻ്റെ കീഴിലല്ല, കൃപയുടെ കീഴിലാണ്. ഇത് കേട്ടുകൊണ്ട് ചിലർ മുദ്രാവാക്യമായി ചില കാര്യങ്ങൾ തീരുമാനിക്കും. അയ്യോ, നമ്മളിപ്പോൾ ന്യായപ്രമാണത്തിൻ്റെ കീഴിലല്ല, ഇനിയിപ്പോൾ ഒരു കൽപ്പനയും നമുക്ക് വേണ്ട, ദൈവം ഒരു കൽപ്പനയും നമ്മൾ ആവശ്യപ്പെടുന്നില്ല, കാരണം നമ്മൾ ന്യായപ്രമാണത്തിൻ്റെ കീഴിലല്ല, കൃപയുടെ കീഴിലാണ്, എന്തും ചെയ്യാം. തെറ്റായ ചിന്താഗതിയാണ്. ക്രിസ്തുവിൽ വന്നാൽ പ്രമാണമില്ലെന്നല്ല, ക്രിസ്തുവിൻ്റെ പ്രമാണമുണ്ട്, ക്രിസ്തുവിൻ്റെ നിയമമുണ്ട്. പുതിയ നിയമം പുതിയ ഉടമ്പടിയുടെ കീഴിലാണ്. കാരണം യോഹന്നാൻ 12:42 ക്രിസ്തു പറഞ്ഞു, ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം തന്നെ ഒടുക്കത്തെ നാൾ നിങ്ങളെ ന്യായം വിധിക്കും. ഇപ്പോൾ ക്രിസ്തുവിൻ്റെ നിയമം നമ്മൾ അനുസരിച്ച് കടപ്പെട്ടിരിക്കുകയാണ്. ഇവിടെ പറയുന്നൊരു വ്യവസ്ഥ, നിയമവ്യവസ്ഥയുടെ കീഴിലല്ല, നാം കൃപയുടെ കീഴിലാണ്, കൃപയുടെ വ്യവസ്ഥയുടെ കീഴിലാണ്. നിയമവ്യവസ്ഥയുടെ കീഴിൽ നിയമത്തിൻ്റെ സ്വാധീനം നമ്മുടെ മേൽ എപ്പോഴും ഉണ്ടാകും. അത് പാപമുള്ളിടത്താണ് നിയമം കിടക്കുന്നത്. അവിടെ നമുക്ക് പുറത്തേക്ക് വരാൻ പറ്റില്ല. അധ്വാനിക്കും തോറും ഈ കല്ലുരുട്ടിക്കയറ്റും തോറും കൂടുതൽ ക്ഷീണിക്കുക എന്നല്ലാതെ ഒരിക്കലും മുകളിലേക്ക് കയറ്റാൻ പറ്റില്ല. അപ്പം പ്രമാണത്തിന് ഒരിക്കലും നമ്മെ വിടുവിക്കാൻ കഴിയില്ല. ഹൃദയത്തെ മൃദുലമാക്കാൻ പറ്റില്ല. നമ്മളെ അടിമകളാക്കി വിധേയരാക്കി പിടിച്ച് കെട്ടിവെക്കാനേ പറ്റൂ. നമ്മുടെ മനസ്സിനെ ലഘൂകരിക്കാൻ പറ്റില്ല. നമുക്ക് നന്ദി ഉൽപ്പാദിപ്പിക്കാൻ, നമ്മൾ ഈ സ്നേഹം വർദ്ധിപ്പിക്കാൻ സാധിക്കില്ല. മാത്രമല്ല, പ്രമാണത്തിന് ഒരിക്കലും ഒരു പാപിയെ നീതീകരിക്കാൻ കഴിയില്ല. നീതീകരണം പ്രമാണത്തിലൂടെയല്ല, കൃപയാലാണ്. പ്രമാണത്തിന് കഴിയാത്തതെല്ലാം കൃപയാണ് നമുക്ക് സാധിച്ചത്. അപ്പോൾ കൃപയുടെ കീഴിൽ ഇരിക്കുന്നൊരു വ്യക്തിയെ സംബന്ധിച്ച് പാപത്തിൽ നിന്ന് സ്വതന്ത്രരാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്, നിങ്ങളിൽ കൃപയ്ക്കത്രേ അധീനർ. നിങ്ങൾ കൃപയുടെ കീഴിലാണ്. കൃപയാണ്. പ്രമാണത്തിന് നൽകിത്തരാൻ കഴിയാത്തതെല്ലാം നിങ്ങൾക്ക് നൽകിത്തന്നത് കൃപയാണ്. ക്രിസ്തുവിലൂടെ ലഭിച്ച കൃപയിലൂടെയാണ്. ഇവിടെ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം കിട്ടിയ അവിടെയാണ്. അപ്പോൾ ഒരു വിധത്തിൽ റോമലേഖനം 6:1 ചോദ്യത്തിന് ഉത്തരം കൃത്യമാണ്. ആകയാൽ നാം എന്തു പറയേണ്ടു? കൃപ പെരുകേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്കുകയെന്നോ? കൃപ കൂടുതൽ കിട്ടാൻ പാപം ചെയ്തുകൊണ്ടിരിക്കുകയാണോ? ഉത്തരം വ്യക്തമായി പോലീസ് കാണിച്ചു കൊടുത്തു. കൃപ വാസ്തവത്തിൽ പാപം ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുകയല്ല, പാപം ചെയ്യാതിരിക്കാനായിട്ട് പഠിപ്പിക്കുകയാണ്. കൃപയുടെ കീഴിലാണ്. ഇനി പാപം ചെയ്യരുത്. പാപം ചെയ്യാൻ നിർബന്ധം നിങ്ങൾക്കില്ല. പാപത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ചവരാണ്. കൃപയുടെ കീഴിലാണ്. കൃപ തന്നെ നിങ്ങളിൽ വാഴട്ടെ. പ്രമാണത്തിന് കഴിയാത്തതൊക്കെ നൽകിത്തന്ന കൃപയാലാണ്. കൃപ ചെയ്യാതിരിക്കാൻ പ്രോത്സാഹിപ്പിക്കുകയാണ്. അപ്പോൾ ഈ ഭാഗം നമ്മൾ അവസാനിപ്പിക്കുമ്പോൾ ഒരു ചോദ്യത്തിലൂടെ അവസാനിക്കട്ടെ. നമ്മുടെ ജീവിതത്തിൽ വാഴുന്നത് ആരാണ്? നമ്മുടെ യജമാനൻ ആരാണ്? പാപമാണോ ദൈവമാണോ? പലർക്കും ഉത്തരം പറയാൻ അറിയില്ല. ഉത്തരം പറയാൻ ബുദ്ധിമുട്ടാണ്. അതിന് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ നമ്മുടെ ഏറ്റവും അടുത്ത് ജീവിക്കുന്നവരോട് ചോദിച്ചാൽ മതി. നമ്മളെ എല്ലാ ദിവസവും കാണുന്നവർ. സഭയിൽ വരുമ്പോൾ നമ്മുടെ പെരുമാറ്റമല്ല, വീട്ടിനകത്ത്, ജോലി സ്ഥലത്ത്, മറ്റുള്ളിടത്ത് നമ്മുടെ ഇടപാടുകളും ജീവിതശൈലിയും പെരുമാറ്റവും, കൂട്ടുകാരോടെ ഇരിക്കുമ്പോൾ, ടി വിയുടെ മുമ്പിലിരിക്കുമ്പോൾ, രാത്രിയാകുമ്പോൾ, മറ്റ് സമയങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തെ ശരിക്ക് കാണുന്നവർ, വീക്ഷിക്കുന്നവർ, അവരോട് ചോദിച്ചാൽ അവർ പറയും. നമ്മുടെ ജീവിതത്തിലൂടെ, നമ്മുടെ പെരുമാറ്റത്തിലൂടെ, വാക്കിലൂടെ, പ്രവൃത്തിയിലൂടെ വെളിപ്പെടും നമ്മുടെ ഹൃദയത്തിൽ ആരാ വാഴുന്നതെന്ന്. നമ്മുടെ ഹൃദയത്തിൽ ആരാ വാഴുന്നത്? പാപമാണ് വാഴുന്നതെങ്കിൽ എത്രയും പെട്ടെന്ന് സമർപ്പിക്കണം. പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം വരുത്തുവാൻ കഴിയുന്ന കർത്താവിൻ്റെ പാദങ്ങളിലേരണം. വിട്ടുപോയവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് മടങ്ങി വരണം കർത്താവിങ്കിലേക്ക്. ഇല്ലെങ്കിൽ നിത്യനരകം തീ കുണ്ടത്തിൽ വീണു പോകും. അപ്പോൾ ചോദ്യം വീണ്ടും ഒരിക്കൽ കൂടെ, ആരാണ് നമ്മളിൽ വാഴുന്നത്? നമ്മുടെ യജമാനൻ ആരാണ്? പാപമാണോ പിശാചാണോ? അതോ ദൈവമാണോ ദൈവവചനമാണോ? ആര് നമ്മളിൽ വാഴുന്നു? നമ്മുടെ ജീവിതത്തിൽ കർത്തൃത്വം ആർക്കാണ്? അതാണ് പൗലോസ് ചോദിച്ചത്. നിങ്ങൾ ന്യായപ്രമാണത്തിലെ കൃപയ്ക്കെത്ര അധീനരാകിയാൽ പാപം നിങ്ങളിൽ കർത്തൃത്വം നടത്തുകയില്ല. രാജാവ്, യജമാനൻ എന്ന വാക്കാണ് കർത്തൃത്വം നടത്തുക. എൻ്റെ ജീവിതത്തിൽ കർത്തൃത്വം ആർക്കാണ്? ദൈവത്തിനാണോ പാപത്തിനാണോ? അല്ലെങ്കിൽ ദൈവത്തിനാണോ പിശാചിനാണോ?
ഇപ്പോഴും കണ്ടെത്താൻ ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടെങ്കിൽ വളരെ ആത്മാർത്ഥമായി സത്യസന്ധമായി മാത്രം ഉത്തരം പറയുമെന്ന് ബോധ്യമുള്ള കൂടെയുള്ള ആരോടെങ്കിലും ചോദിക്കുക. അവർ നമ്മളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, സത്യം പറയുന്നവരാണെങ്കിൽ അവർ പറയും നമ്മളിൽ വാഴുന്ന ആരാണെന്ന്. കണ്ടെത്തുക. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. തുടരാം അടുത്ത പഠനം ആ ഉപദേശ രൂപം എന്ന വാക്യമാണ്. 17-18 വാക്യങ്ങളിലും അല്ലെങ്കിൽ 3 മുതൽ 6 വാക്യങ്ങളിലും ഒരു ഉപദേശ രൂപത്തെക്കുറിച്ച് അധ്യായത്തിൽ പഠിപ്പിക്കും. അതിനെക്കുറിച്ചായിരിക്കും നമ്മൾ നാളത്തെ ദിവസം ചിന്തിക്കാൻ പോകുന്നത്. നിങ്ങളുടെ ശ്രദ്ധയ്ക്കും താല്പര്യത്തിനും നന്ദി. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ.